Yes. We're going to welcome our dear Joss and Merlin. They're ready to receive the sacrament of holy matrimony. And let us all stand to receive them. Let's all stand. Let's begin the procession.
the whole church and the community, we're welcoming our dear Jose and Marilyn. And today you are going to receive the sacrament of holy matrimony. And we are all proud to welcome you. We warmly welcome you. We pray for you. And you are the special of this day. Both of you are very special for this day. So let us all, congregation, together let us begin the Holy Kurbana. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊളിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചല്ലോ.
സ്വർഗീയ വരങ്ങളാകി വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ പുതാശയോഗ്യതയോടെ പരിശ്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ പുത്രീ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ മാതൃകമാകുന്നു, അവരുടെ മേലെങ്കിൽ പൊതിഞ്ഞതാകുന്നു. വിനയനും കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവിടെ അനുഗമിക്കും. അവർ ഉല്ലാസത്തിനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മകൾ മേശയ്ക്ക് ചുറ്റും സാഹിത്യമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം വിധേയനാകും. കർത്താവ് ശ്രീജോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ട്രേലിയയുടെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കുമായി ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനാ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിലും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, ഉൽപ്പത്തി പുസ്തകം
പലരുടെ മുതൽ തുടരുന്നവരുടെ വാക്കുകൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നവയെ ഞാൻ നൽകുന്നു. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാക്കി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയിലയിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയില കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്തു, അവർ ഒറ്റ ശരീരമായി തീരും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങളോട് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും മാന്ത്രികത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ സഹോദരങ്ങളെയും വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. അധ്യായം 5 20 മുതൽ 3 വരെയുള്ള വാക്കുകൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിൽ നിന്നുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ വിശദീകരിക്കുകയും വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവരെ കരയോ ചുരുകോ മറ്റു കുറവുകളോ ഇല്ലാത്ത മോശപൂർണമായ തനിക്ക് തന്നെ നിർദ്ദേശിക്കുന്നതിനും അവർ കളതലുകയും രക്ഷിക്കുകയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ ശരീരത്തിന്റെ അവയവമാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ആകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. Hallelujah, hallelujah.
നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിഹാരങ്ങളോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറഞ്ഞു എന്നായാലും അത് ചെയ്തു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവരെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന കരവരക്കാരുടെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ ഇപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കരവരക്കാരെ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം പോയി പരിചാരകർ അറിഞ്ഞിരുന്നു. കരവരക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരത്തിൽ ഞാനിട്ട് തുടങ്ങുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു വരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. We all are very specially gathered inside the church to witness the wedding of our Joseph and Mary. And they are prepared since months. They were on preparation today the day has to come. The both of them came in front of the altar, in front of the Lord, to receive the sacrament. We are all gathered. And we are all gathered here. I know that you invited each person, each one personally invited. You know, that are your friends, both of your friends. Invited them personally. And at this moment, avoid all the tension, all other thought process. The party of you will function smoothly, or the mind should be here. All the guests will be mentioned. You are seated in front, the center of the church. The center part of the church is usually angels. That's why the center of the hall is separately kept for the angels. And both of you sitting here as angels and asking blessings to the Lord. Lord, we are God. And we plan to lead a family life according to yes. Very caving. Your both parents were outside. And you were holding your hands. And we led up to the altar. Just for from where you can see. Lay on your shoulders. When you put your first step, the one hand was in there. And that hand is protecting you up to this moment. Both parents holding your hands, raised both of you giving the altar. There's a purpose for that. From here, up receiving the baptism, then the holy hands. And then we will begin the Father. Dear friends, when we interact with the human history, we understand we all are travelers. You all reached here in the United States, you reached here in Houston, now in Scotland. We all travel. The history of travel. When we understand the human history, the human being, they are always traveling. From the history of the Israelites, there were people moving always. When they moved, God was guiding them. And in the New Testament, when we come to the New Testament, just the married. They were married, and God is directing them.
according to the direction they receive, they're moving, they're traveling. A question, why they are traveling? You know, being in India, or in Kerala, or in any other country, or recently here, why they are traveling? Your parents recently here, your siblings recently here, the families are recently here. We travel only because of one purpose, to build up our family. We travel to build up our family. The first one is to travel. After we travel and reach inside the church, and from here we are going to receive the matrimony, then we are going to start the journey, and we are going to learn. We are going to learn. We are going to begin a journey from God. So you have to make the travel. Second one, you have to build your family. You have to build your family. Third one is the love. You can travel anywhere, there is no problem. You can build up your family life, there is no problem. The third problem, when you travel, when you try to build up your life, make sure your God is in you. Make sure Jesus is in you. Make sure that parents are with you. You are also supporting them. Make sure your siblings are with you. You are not sending alone. Then the community is with you. We wish to see you always charming, always loving, always loving each other, always encouraging each other, and moving ahead. We try to keep that building it. Make sure Jesus is with you. So when Jesus when Joseph and Mary, when they got married, the difference between the present day and years ago, Joseph and Mary, when they got married, we all know that there was God's intervention. God selected Mary for a special purpose, and God selected Joseph with a special purpose. And they were going to get married. And today we have the first night. Same way Joseph and Mary, they had the first night. When they came together, they understand the purpose of God. God united them. God called them, separated them. And the first night, on the day of first night, Joseph is coming and dressing Mary. Mary, you're someone very special person chosen by God. How can I be your husband? Because you are someone special. You are a prophet. I am in the eyes of God. You are something special. God asked me to take care of you. God asked me to take care of you. So, first of all, Joseph is giving the promise that up to the end of my life, I will be with you as a servant. Because you are something special, selected by God, trusted by God. So, I will dissolve in you. That Mary, in good place, she told me, no, it's not like that. God has chosen you as something special. You are special. So it is I should be your servant. I should be your servant. So both of them led their family life, understand each other, understand each other. I will be a priest, 2004. It's my 23rd birthday. I offer my total life for the church. Because according to Jesus who called me, I have to live a life accordingly. My life is a sacrifice. I have no freedom. When I stand here, I have no freedom to talk in emails. I have no freedom to offer in my way the liturgy. I have no freedom. I am guided by the church. I am guided by Jesus. And I sacrifice myself. And dear Johnson Marvin, the same spirit, you are also going to sacrifice yourself. The same thing. When both of you are coming together, we have a night, this night. Always remember, you travel to games from this day. From this day, we are going to start building up the family life. Make sure God's presence is with you. The blessings of Saint Joseph and Mother Mary
when you lose it, when you lose the grip of the presence of Jesus, presence of Joseph and Mary, you lose the grip of your family. You lose your grip of your family. You lose your grip of your burden. I hope you understand. I will leave my priesthood at 23 years because holding always trustworthy, holding the hands of the Lord and movement. The same way. When you found, when Joseph found Merlin, when Merlin found Joseph, you love each other. Now you understand each other. And you decide that we will live together. We will hold our hands together, we will be our life. So when you're together, we lead the family, we are always together, then the real concept will be understood from that point. Who the person Joseph, who the person Margaret, to be understood when you live together. That time, you begin to love each other. Now you like each other. You don't love each other. You like each other. Because you enjoy the beauty, you enjoy the talents, you enjoy outside elements from inside. But when you live together, when you share your life together, then you begin to love. The real love, the heart to heart. The heart to heart is begin to love. And you can easily lead your life. I have a little friend in India. There were 9 years and there were 3 wedding anniversaries. They used to call it. Other studies are wedding anniversaries. They have kept the promise up to now. Now I think more than kept it every day. When the wife gets up, she used to make the Santa Claus on her husband's forehead. And the opposite. They kiss each other, they start. This happened. And they share that is our habitual action now. A spiritual habitual practice now. Every day. We each other, make the sign of the cross, we kiss each other, we start. You will never fail. You will never fall. And as a priest, as Lord, the very celebrant, this is my advice. Make sure all the other things will change. Everything will move away. But when you both of you are alone, love each other. We can love, Joseph can love Merlin. Both of you are so good. In that spirit, there will be shortcomings, there will be failures. Acceptance is the greatest gift in family. Accepted as she is. Accepting as he is. There will be egos. Accept the person as he is, as she is. They will enter your family. Always make sure. When you become a family, you are holding the hands of Mother Mary. That's why after this wedding, you are directly, procession comes in front of the altar, then directly you are going to say thanks to Mother Mary. Because she is the mother. She knows how to manage. Make sure Mother Mary is also said to you. That prayer was the prayer also prayer. That was the prayer. And today, when you are very busy, what are they getting in a gospel? Just not be kept in the office. Be kept in the prayer room. Take it. Take it. Say the prayer. Amen. On the way the star. The guiding star, the morning star, should be guiding you properly. I'll do this, all our prayers are with you, and now we are going to have the councils of prayers, and for the prayer, all of us stand up. നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടെ കൂടി കർത്താവേ യുവതുവന്മാരുടെ കടയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ യുവതുവന്മാരുടെ കടയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയാൽ കുറിച്ചു വേണ്ടി ചോദിക്കുന്നതിനർപ്പിച്ച സ്വകീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ യുവതുവന്മാരുടെ കടയുണ്ടാകണമേ.
ദൈവജനമാതായി സകലയെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ ഭൂമിയിൽ നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ ലോകത്തിന് അഭേദ്യവത്തെ പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസം ചരിത്രത്തിയുടെ കൂടെ സന്തോഷപൂർവ്വമായ ഭൂമിയിൽ നയിക്കുവാൻ വെച്ച് തന്റെ സാന്നിധ്യത്താൽ പൊതുവന്മാരെ അനുഗ്രഹിച്ചായി ഇതിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ജീവിത സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനിവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. പ്രിയ സഹോദരി, ഈ ബുധവന്മാർക്ക് അഹമ്മദാശയാൽ ബന്ധരാകാൻ പോകുന്നു. ഈ ബുധാശയോടെ ചെയ്യുന്നതിന് പുരോഗതി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. അതിൽ പുരുഷന് ജീവിത സഖീന ഗിരിമായി അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ പുതാശ യോഗ്യതയിലൂടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപയാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ആമേൻ.
ജോസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മർലിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മർലിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മാനസിക ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കുന്നു. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാണ്. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമാണ്. ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന് അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മണ്ണിനെ നിന്നോട് ചേർന്ന
രണ്ട് സൈഡിൽ നിന്ന് കിട്ടും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശിഷ്ടതയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലവരിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ക്രിസ്തുവിന്റെ ശിരസ്സായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസയും ജീവനാലും ചെയ്തവർ ഭക്തിയുടെ ചുറ്റിനും കൂടെ വിശുദ്ധ വേഴ്സിനും പങ്കുകൊള്ളട്ടെ. പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവാകിനിയാമറിയത്തിന്റെയും തീരുമാനമായ സിദ്ധാവിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവങ്ങളുടെ സ്നേഹന്മാരെ, ഏകജാതരെ സ്നേഹിതരെ, ലോകത്തിലെ സമാധാനങ്ങളാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനോടുകൂടി നമ്മുടെ രാജാവിനോടുകൂടി നമ്മുടെ ദൈവം നമ്മോടുകൂടി യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു.
അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സ്ത്രീയോടുള്ള ആദിജാതനും പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകൾക്കറിയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വേണ്ടി വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ശുദ്ധാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമതിസയും ശരീരത്തിൽ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വനാഥനായ ദൈവം തന്റെ സ്ഥിതി പാലിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രക്കേസുമാരും മേജാക്ഷന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാനുമാരുമായ നമ്മുടെ നേതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശ്വാസത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്ത് ഏർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വരാജ്യ ജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരി കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തനാക്കട്ടെ. ഈ കൃപാനെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവൻ അങ്ങ് സ്വർഗ്ഗത്തിലെ ബലിയിൽ അവിടുന്ന് പ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. Lord of God, we thank you for the abundant graces you have showered on us. For though we are sinful and weak, through your infinite mercy, you have made us worthy to be ministers of the sacred mysteries of the body and blood of the Anointed One. We implore you to strengthen us to celebrate the deep love and true faith, these gifts that you have given us. We offer praise and honor, worship and thanksgiving, now, always, and forever. Amen. My brothers and sisters, give peace to one another in the love of Christ. Let us thank the Lord and treat Him with pure and contrite hearts. Let us stand with due reverence and be attentive to all inspiring mysteries being celebrated here. The priests of the pouring, that peace may flourish through His intercession. Bowing our heads, let us lift up our thoughts to heaven and pray fervently and devotedly in your hearts. Peace be with us. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹായും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയവികാര
be with us. Lord of all, the Father, Son, and the Holy Spirit, the honorable name of your most blessed Trinity is worthy of honor from every mouth, thanksgiving from every tongue, and praise from every creature. For in your great kindness you created the world, and are filling in it and showed humanity the immense mercy. Multitudes of heavenly hosts, and thousands upon thousands of holy angels, and hosts spiritual ministers of fire and spirit, bow down and adore you, O Most High. And they glorify your name, and offer you worship, together with the holy cherubim and seraphim. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് അവിടുത്തെ പാടി പുകഴ്ത്തുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവരുടെ മഹിമകളാൽ ഉന്നതരീതിയിൽ ഹോശാന. ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതരീതിയിൽ ഹോശാന, ഹോശാന. Lord of God, together with the heavenly host, we give you thanks. We glorify and bless God the Word, your offspring from your bosom. He is your own likeness and splendor, and the image of your own being. Setting aside his equality with you, he emptied himself, taking the form of a servant. Born of a woman, he became a complete human being with a rational, intelligent, and immortal soul and immortal body. He subjected himself to the law in order to redeem those who were under the law. He left for us the memorial of our salvation, this redemptive mystery which we now offer before you. Lord of God, we commemorate the passion of your beloved Son as he taught us on the night he was handed over. Jesus took bread in his pure and holy hands, lifted up his eyes to heaven, to you, the adorable Father, blessed it, broke it, and gave it to the disciples, saying, "This is my body, which is broken for you, for the forgiveness of sins. Take this, all of you, and eat it." Likewise, taking the cup, he gave thanks, blessed it, and gave it to them, saying, "This is my blood of the new covenant, which is shed for many for the forgiveness of sins. Take this, all of you, and drink from it." And now we gather together in my name. Do this in memory of me. Lord, as you have commanded us, we, your humble, weak, and distressed servants, are gathered together in your presence. You have showered upon us such great blessings for which we can never thank you. To make us share in your divine light, you assumed our human nature, restored us from our fallen state, and brought us from death to life eternal. Forgiving our debts, you sanctified us sinners, enlightened our minds, defeated our enemies, and glorified our frail nature by your immense grace. We give you glory and honor, thanksgiving and adoration for all your favors and graces you have granted us, now, always, and forever. Amen. Pour in your
Catholic hearts, peace be with us. For the Supreme Pontiff in Rome, Pope Leo the ruler and head of the Universal Church, for our major Archbishop Raphael the head and father of our church, and for Mark Joy, head and father of our diocese, for all the bishops who lend the Holy Catholic Church, for priests, rulers, and all those on authority, Lord mighty God, receive this Kribana. Lord, graciously receive this Qur'ana. The honor and glory of all the prophets, disciples, martyrs, confessors, and all the just and holy fathers who have found favor in your presence, Lord, receive this Kribana. Lord, graciously receive this Qur'ana. For all those who suffer and are in distress, the poor and the oppressed, the sick and the afflicted, for all those who have departed from us in your name, and for this your people who await your mercy with great hope. Especially, let us all pray for Joseph and Madeline, who begin their matrimonial life from today. That the Lord bless them. Saint Joseph, Mother Mary, intercede for them. And for me, unworthy servant, Lord, receive this Kribana. Lord, graciously receive this Qur'ana. Lord of God, as you practice, we offer the body and blood of your anointed one on this pure and holy altar. May we invoke in this memorial celebration the sacred memory of Mary, the Virgin Mother of God, and of the just and holy fathers who found favor in presence through your infinite mercy. May all the people know that Christ, our Lord and God, in His life-giving gospel, came and taught us the way of purity and sanctity of the prophets and apostles, martyrs, confessors, doctors and bishops, priests and deacons, and all the children of the Holy Catholic Church, who have been signed the living and life-giving seed of baptism. Lord, we, your humble, weak and distressed servants, having received the example from generation to generation, have come together in name and stand in your holy presence, rejoicing and glorifying. We commemorate and celebrate these great, awesome, holy, life-giving, divine mystery of the Passion, death, burial, and resurrection for Lord and Savior Jesus Christ. Let us pray in silence and reverence. Peace be with us. Lord of God, may your Holy Spirit descend on this Kribana. May He dwell on this Kribana of your servants, blessed sanctified. May this Kribana grant us remission of our debts, forgiveness of our sins, great hope in the resurrection of the dead, and life in your heavenly kingdom with all those who have found favor in your presence. Lord our God, we offer and we praise for your glorious and ineffable plan for our salvation. We offer you thanksgiving, the joy and hope in your church, redeemed by the precious blood of your anointed one. We offer glory and honor, thanksgiving and worship to living holy and life-giving name, now, always, and forever. Amen. Have mercy on me, O God, in your loving kindness, your great compassion, wipe away my sins. Bless us, O Lord. May your mercy draw us near to these glorious, sacred, life-giving, and divine mysteries, though truly we are unworthy. Dear Lord, we thank you for this wonderful moment. In please stand. We could see the presence of Jesus here. Lord Jesus, in front of your holy altar, we offer Joseph Mary, and in presence of you, they join their hands, they will begin their journey. Lord, be with them. Lord, be with their parents, with their friends and families. Lord, we thank you for this wonderful moment.
Our Lord Jesus Christ, may there be glory to your name and worship to your majesty forever. For this living and life-giving bread has come down from heaven and gives life to the whole world. For each this bread will not die, but will receive remission of sins and its salvation and live forever. The love of God the Father and the fellowship of the Holy Spirit be with us all, now, always, and forever. നമ്മുടെ രക്ഷയുടെ മൂല്യമായ ശരീരത്തിലുള്ള രസങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. അനന്തപുരത്തിൽ നിന്നുള്ള വാമശാന്തോടെ അപരാധം കൊണ്ടും പാപത്തെക്കുറിച്ച് ക്ഷമിച്ചുകൊണ്ടും സ്വതന്ത്രത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സത്യനാഥനായ ദൈവത്തോട് കൃപമാമോചനം യാചിക്കുകയും ചെയ്യാം. പിന്നതടും കരങ്ങൾ വിളിഞ്ഞ് നമ്മുടെ സാക്ഷി ശുദ്ധീകരിക്കാം. സത്യത്തിലും ദേശത്തും നിന്ന് നമ്മുടെ ആത്മാക്കളെ മോശമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പദ്ധതിപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉൽപ്പന്നം ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. സമാധാനം നമ്മുടെ കൂടെ. ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയവരുടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവതിലും നിഷ്കളങ്കരും വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സ്വഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയുണ്ടായിരിക്കും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിയായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അടുത്ത രക്തം പാനം ചെയ്യാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു.
communion service. First, അപ്പം the അച്ഛനച്ഛൻ്റെ girls will receive, then the parents, then make sure communion is allowed only for the Catholics who have received the communion. Others, please don't come ahead. If you come, just cross your hand like this, and you can come and you can get a blessing and all. Should not receive a communion, those who have not confirmed. Thank you. ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും ഇപ്പം അച്ഛനച്ഛൻ്റെ അപ്പോൾ വൈഡ് വയ്ക്കാൻ അച്ഛനെയും കപ്പലിനെ ഒരുമിച്ചിട്ടുണ്ട്. എൻ്റെ എൻ്റെതാണോ? ദിവ്യസ്നേഹം തിരുഭോജനം നിറവേണം ദിവ്യകാരുണ്യം തിരുജീവനാ പടരേണം നീ വരുമ്പോ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാനിന്നൊരു ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രവനം പൊന്തീപകം നിറയെ ദിവ്യകാരുണ്യം തിരുജീവനാ പടരേ
ആൾക്കാരെടുക്കാം, ഇരിക്കേണ്ട ആൾക്കാർ. മാറ്റട്ടെ, എൻ്റെ ഫ്രെയിം അതല്ലോ. ഗ്രൗണ്ട്സ്മെൻ സെക്കൻഡ്. ഞാൻ ബാക്കിലെ ആൾക്കാരൊക്കെ ചേട്ടാ പാരല ഞാൻ ആൾക്കാരെ മാറ്റാം. ചെറിയ ഫ്രെയിമാണ്. ഞാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്താൽ സ്തുതിരവും പരിശുദ്ധവും ജീവിതാംഗവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട മുതലാർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കേട്ട് ദൈവം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ കരുണയുടെ കാരുണ്യത്തിന്റെ വരം നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണങ്ങളിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയോസിതാവിന്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. ദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ കപ്പുന്ന കേസ്. It's time to thank the Lord, and I'm very glad to present our Jose and Merlin. Lucky to attend that show. Let us all congratulate and appreciate both of them. So both of them invited us, and we gathered inside the church, and we were having the prayers, and they are united now. And as we are invited, we are welcoming them, and you can have your ceremony and your walk. Yes. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. For a moment, let us sit together. എന്താ മാറ്റി
Mr. Joseph and Merlin, they were very good children. They were from the two different families, brought up by two parents. They are united here inside the church, and they come back to church after receiving the holy matrimony. They come back to church, the ceremony of to thank the Lord and to thank the Holy Family. Let us welcome them. ഞാൻ ആ കപ്പൽ അല്ല ഞാൻ കപ്പലിനെ ഫോക്കസ് ചെയ്യാം. യെസ്, റെഡിയാ 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 റെഡിയാ. Glory to Mother Mary, to thank Mother. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് വരെ കിട്ടുന്നുണ്ട്. പെണ്ണിലല്ലേ? ഓക്കെ. Good evening, everyone. On behalf of our families, we would like to sincerely thank you all for joining us today and for sharing this very special celebration of Joseph and Merlin's wedding. First and foremost, we would like to express our deepest gratitude to the Lord our God and to our parish cause, Reverend Father Verdi School, for officiating this beautiful wedding. We are also very grateful to the choir for the beautiful music that enriched today's ceremony.
kindly ask the immediate family, extended family, and the bridal party to remain in the church for the official photographs. ഞാൻ We ഈ also look ആംഗിളിൽ forward to എടുക്കുന്നത് celebrating with you later this evening at the reception held at Houston Marriott South ഞാനാ at Hobby Airport. 9100 Gulf Freeway, Right. Houston, Texas 77017. Cocktail hour begins at 5:30, followed by dinner and the celebrations. Please scan the QR code in the program sheet for the seating arrangements. It is in the back. Thank you once again, and may God bless you all. ഓക്കെ ആ Ronnie and family, please come to the front. ആ I will be calling the names of the family members who will be next. Please be ready to come up to the photo. Next will be the bridal party. Yeah, all of the bridal, including the groomsmen. The entire bridal party, please come to the front.
Next up will be Merlin's family. Mr. John Matthew, Mrs. Rosama Matthew, Mr. Anil Abraham, Mrs. Tina Abraham, Ajay and Abigail, Mr. John Manalore, Mrs. Titi Manalore, Serena, Ava, and Jonathan, Mr. Toby Matthew, Mrs. Linda Matthew, Micah, and Jonah. Please come to the front of the church for the photos. After this group, it will be Mr. Ronnie Thomas, Mrs. Jasna Ronnie, Hazel, and Mrs. Umbali Thomas. Please make your way to the front. Please note, the bridal party, the immediate family, and the extended family stay behind. Everybody else can make their way to the reception hall. Next family will be Mr. Joby John, Mrs. Shami John, Jackson, Mr. Jimmy John, Mrs. Ring John, Michaela, Mr. Korean Verghese, and Mrs. Maureen Korean. Please make your way to the front. Next would be Mr. Philip Scaria, Mrs. Eliama Philip, Mr. George Bullock, Mrs. Smita Bullock, Gus and Lady, Mr. Santosh Philip, Mrs. Stephanie Philip, Talia, and Nayo. Please make your way to the front. Next family, please be ready. Mr. Anu Thomas, Mrs. Minnie Thomas, and Abilene. Next family is Miss Anita John and Ian, Mr. Verghese Paulos, and Mrs. Vina Paulos. Please be ready.
ഫോട്ടോ എടുക്കുന്നവർ പെട്ടെന്ന് വരണേ, കാര്യം ഇവിടെ അടുത്ത ആരാധന തുടങ്ങാനുള്ളതാണ്. സ്പീഡം. Next will be Josmon's family. Please be ready. Mr. Richard Jacobs, Mrs. Babita Richards, Ezekiel, Evelyn, and Alicia. Mrs. Rosie Chaco, Mr. Josiah Kurilik, and Mrs. Goldie Jacob. Please come to the front. Next will be Mr. Martin Cora, Mrs. Sina Martin, Adam and Amy, Mr. Matthew Cora, Mrs. Gia Matthew, Noah and Luke, Mr. Gerald Thomas, Mrs. Shilpa Gerald, Andrea and Ellen, Mr. Jody Joseph, Mrs. Saudaria Joji, Gia and Joshua, Mr. Cora Matthew. Please be ready. Next would be Mr. Manuel Augustine, Mrs. Minnie Augustine, Mr. Tony Thomas, Mrs. Ashley Tony, Milena, Mr. George Augustine, and Mrs. Harit George. Please come to the front. Next would be Mr. Praveen Matthew, Mrs. Sini Praveen, Dia, and Anna. Is he ready? You can come from the side. Okay. Next would be Mr. Ashish Baby, Mrs. Lavina Varghese, Annie, Sarah, and Jaden, Mrs. Sisama Thomas. Next family, Mr. Dennis Jones, Mrs. Snidey Dennis, Andrea and Elishua, Mr. Anthony George, and Mrs. Diana George, Catherine and Vanessa. Yeah, please come this way, please. Next family, Mr. Renton Joseph, Mrs. Becky Joseph, Joanna and Joshua, Mr. Roland Patel, Mrs. Randy Patel, Dylan and Alana, Mrs. Joy Beverly, and Mr. Joseph Mukumaka. There's like 40% of the United States that doesn't care.